പരൂസ്യ ആഗമനകാല ഒരുക്ക ചിന്തകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുംഭസാരം അനുരഞ്ജന കൂദാശ. കുംഭസാരം എന്തുമാത്രം അമൂല്യമാണെന്ന്, കുംഭസാരത്തിലൂടെ എനിക്ക് ലഭിക്കുന്ന അമൂല്യനിധി എന്താണെന്ന് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാകില്ല. നഷ്ടപ്പെട്ടു പോയ വിശുദ്ധ പദവി, പാപത്തിലൂടെ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ് പാപത്തിന്റെ കുലപതിയായ സാത്താന്റെ മകനോ മകളുമായി ജീവിക്കുമ്പോൾ എനിക്ക് ആ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി. എന്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകുന്നു, എന്തുകൊണ്ടാണ് ഞാൻ ഈ പാപം ചെയ്തു പോകുന്നത്, ഞാൻ തെറ്റ് ചെയ്തു പോകുന്നത്, ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട നന്മ ചെയ്യാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം എന്റെ മനസ്സിൽ ആവർത്തിച്ചു വന്നപ്പോ പൗലോസ് ശ്ലീഹ എന്നെ പഠിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. അവിടെ കർത്താവിന്റെ വചനം എന്നെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. റോമാക്കാർക്ക് ലേഖനം 7-ാം അധ്യായത്തില് 19-20 വാക്യങ്ങൾ. ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്തു പോകുന്നത്. അപ്പോസ്തലൻ തുടരുകയാണ്, ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല. അത് പൗലോസ് പറയാൻ കാര്യം, ദൈവത്തിന്റെ സ്വന്തം ഛായയിൽ സ്വന്തം സാദൃശ്യത്തിൽ എന്നെ സൃഷ്ടിച്ചത് കൊണ്ട് ഞാൻ വിശുദ്ധനാണ്. പിന്നെ ആരാണ് ഞാൻ ഇച്ഛിക്കാത്ത കാര്യം ചെയ്യുന്നത്, ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നത്? ഇച്ഛിക്കുന്ന നന്മ ചെയ്യാതെ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നത് ആരാണ്? അതിനുത്തരം ശ്ലീഹ തന്നെ പറയുന്നുണ്ട്. റോമ 7:20, ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. ഞാനൊരിക്കലും പാപം ചെയ്യാൻ ആഗ്രഹിക്കാത്ത മനുഷ്യനാണ്. ഞാനൊരിക്കലും പാപം ചെയ്ത് ജീവിക്കാതെ പുണ്യത്തിൽ, വിശുദ്ധിയിൽ പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പലരും ആദത്തെയും ഹൗവയെയും പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ആദവും ഹൗവയും പാപത്തിൽ വീഴുന്നതിനെ കുറിച്ച് നാം കാണുന്നുണ്ട്. പലരും പറയുന്നുണ്ട്, ആദം ഒരിക്കലും സ്വന്തം പാപം ചെയ്തിട്ട് ഏറ്റെടുക്കാതെ ഭാര്യയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യ സാത്താന്റെ മേൽ, സർപ്പത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. ശരിക്കും ഞാനത് ധ്യാനിക്കുമ്പോൾ എനിക്ക് വന്ന ഒരു ചിന്ത, ചിലപ്പോൾ പലർക്കും ഇതൊരു വട്ടുചിന്തയായി തോന്നിയാലും എനിക്കത് അമൂല്യമായ ഒരു ചിന്തയായി ഞാൻ കരുതുകയാണ്. കഴിക്കണ്ട എന്ന് പറഞ്ഞ ഫലം ആദം കഴിച്ചപ്പോ ദൈവം ചോദിക്കുന്നുണ്ട്, നീ എവിടെയാണ്? ഉൽപ്പത്തി 3:8 നമ്മൾ വായിക്കുന്നു, വെയിലാറിയപ്പോൾ ദൈവം തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം ആദം കേൾക്കുന്നു. ആദം അവിടെ നിന്ന് ഒളിച്ച് മരങ്ങൾക്കിടയിൽ പോകുന്നു. അപ്പോഴാണ് ദൈവം ചോദിക്കുന്നത്, നീ എവിടെയാണ്? ഞാൻ വൃക്ഷങ്ങൾക്കിടയിലാണ് എന്ന് പറയുമ്പോ, ഞാൻ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ പഴം നീ ഭക്ഷിച്ചു പോ. ആദം പറയുന്നു, ആ സ്ത്രീ എനിക്ക് തന്നു, ഞാൻ ഭക്ഷിച്ചു. ആക്ച്വലി അത് പറയുമ്പോ ആദത്തിന്റെ മനസ്സിൽ ഉള്ള ഒരു ചിന്ത, എനിക്കൊരിക്കലും ദൈവത്തെ ധിക്കരിക്കണമെന്നോ പാപത്തിന് വ്യക്തിത്വത്തിൽ സമർപ്പിക്കണമെന്നോ, എന്നെ പാപത്തിൽ മുടിയിപ്പിക്കാതെ എപ്പോഴും ആ ദൈവത്തിന്റെ ചൈതന്യവും. ആരാണ് ആദത്തിന്റെ മനസ്സ്? ഹവ്വയുടെ മനസ്സും അതുപോലെ തന്നെ. അവരുടെ മനസ്സതായിരുന്നു. പക്ഷേ സാത്താൻ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ തൻ്റെ സ്വായത്തമായ സ്വഭാവ സവിശേഷത കൂടെ അവരുടെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റുകയാണ്.
ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 3-ാം അധ്യായത്തില് 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന പ്രകാരമല്ലേ, ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. കൗശലക്കാരനാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. എപ്പോഴും അവൻ നമ്മെ സ്വായത്തമാക്കാനായി നമ്മുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ആഗമന കാലത്തിൽ ഓരോ ദിവസവും പുണ്യത്തിൽ വളരാൻ ആഗ്രഹിച്ചുകൊണ്ട് പുണ്യത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോഴും അവൻ ചുറ്റിക്കറങ്ങുകയാണ്. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. കുംഭസാരം സ്വീകരിച്ചു കഴിഞ്ഞാൽ സമചിത്തത ഒരിക്കലും വെടിയാതെ, ഞാൻ ആരാണെന്നുള്ള സ്വബോധം ഒരിക്കലും വെടിയാതെ ജീവിക്കാൻ ഈ പരൂസിയ ധ്യാനം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.